കൂന്തൽ തവ ഫ്രൈ ഉണ്ട്, അയലി മത്തി ഫ്രൈ ഉണ്ട്, കരിമീൻ പൊള്ളിച്ചത്, ഐക്കൂറ ഫ്രൈ, ചെമ്പല്ലി ഫ്രൈ, പാൽ ചെമ്മീൻ, ചെമ്മീൻ തവ, നല്ല മാന്തൾ ഇങ്ങനെ എണ്ണയിൽ പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് വെളിച്ചെണ്ണ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല മണം അടിക്കുന്നുണ്ട്. പുറത്താണെങ്കിലോ ഭക്ഷണം കഴിക്കാനായിട്ട് ആളുകളുടെ നീണ്ട ക്യൂ തന്നെയുണ്ട്. അപ്പോൾ എങ്ങനെ നമുക്കൊരു സംഭാരം കുടിച്ചിട്ട് അതും ഫ്രീ ആയിട്ട് നമുക്ക് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്താലോ. വാഴയിലയിട്ട് കറികളും കൂട്ടുകറികളും പപ്പടവും നല്ല നാടൻ കുത്തരിച്ചോറ്, സാമ്പാർ, മീൻകറി കൂടാണ്ട് ഇവരുടെ സ്പെഷ്യലായിട്ടുള്ള ഒരു മാമ്പഴ പുളിശ്ശേരി വിളമ്പിയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു വന്നത് കോഴിക്കോട് സൗത്ത് ബീച്ചിലെ മീനോളത്തിലെ മീൻ വിശേഷങ്ങളാണ് കേട്ടോ. ഈ ഒരു മാമ്പഴ പുളിശ്ശേരി പിന്നെ ആ മീൻകറി കുറച്ച് ചെമ്മീൻ ചമ്മന്തിയൊക്കെ ഇട്ടിട്ട് കൂട്ടിക്കുഴച്ചുകൊണ്ട് കഴിക്കണം കേട്ടോ, ഒരു രക്ഷയില്ല. പിന്നെ ഇവിടെ പായസമുണ്ട്, മീനിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഒരു മാന്തൾ പൊരിച്ചതും ആ പാൽ ചെമ്മീനും ചെമ്മീൻ തവയും പിന്നെ ഒരു കല്ലുമ്മക്കായ് ഫ്രൈ ആണ് നമ്മൾ ഓർഡർ ചെയ്തത് കേട്ടോ. ഇവിടുത്തെ മീനിലെ മസാല ചേർത്ത് ഇവിടുത്തെ ഊണ് കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെയും പിന്നെയും ആളുകൾ വരുന്നതാണ് ഇവർ പറയേണ്ടത്. സംഭവം സത്യം തന്നെ കേട്ടോ. മീൻ മസാല ഒരു വെറൈറ്റി ടേസ്റ്റാണ് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിച്ചത്. നല്ല ട്രഡീഷണൽ ആംബിയൻസ് ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമുക്ക് ബില്ലൊക്കെ കിട്ടി. ബില്ല് 2 പേർക്ക് 1080 രൂപ പേ ചെയ്തിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് കേട്ടോ. എന്തായാലും അടിപൊളി ഊണാണ്, എല്ലാവരും ഒന്ന് പോയി ട്രൈ ചെയ്യുക. അപ്പോൾ നമ്മുടെ കോഴിക്കോട് സൗത്ത് ബീച്ചിലാണ് മീനോളത്തിൻ്റെ ലൊക്കേഷൻ വരുന്നത്. കഴിച്ചിട്ടുള്ള ആളുകൾ ഫീഡ്ബാക്ക് ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക.